ഏപ്രിൽ 1 വിഡ്ഢിദിനമായി ആചരിക്കപ്പെടുന്നതിന്റെ പിന്നാമ്പുറ കഥകൾ പലത് ഉണ്ടെങ്കിലും ഏറ്റവും സ്വീകാര്യമായ കഥ ഒരു മാർപ്പാപ്പയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നത് കൗതുകകരമാണ്. ആ കഥയോടൊപ്പം നാം ഇന്ന് ഉപയോഗിക്കുന്ന കലണ്ടറും കത്തോലിക്ക സഭയും തമ്മിലുള്ള ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ബന്ധവും പോസിറ്റീവ് സ്റ്റോക്കിന്റെ ഈ അധ്യായത്തിൽ പറയുന്നു. വിഡ്ഢിദിനപ്പിറവിയുടെ ചരിത്രം ആരംഭിക്കുന്നത് 1500കളിലാണ്. AD 1582 വരെ ലോകത്തിൽ ഉപയോഗിക്കപ്പെട്ടിരുന്നത് ജൂലിയസ് സീസർ അവതരിപ്പിച്ച ജൂലിയൻ കലണ്ടർ എന്ന കലണ്ടറായിരുന്നു. ഈ കലണ്ടർ പ്രകാരം ഏപ്രിൽ 1 പുതുവത്സര ദിനമായി കണക്കാക്കിയിരുന്നതും ആഘോഷിക്കപ്പെട്ടിരുന്നതും. എന്നാൽ AD 1582 ഗ്രിഗറി 13 എന്ന മാർപ്പാപ്പ ഗ്രിഗോറിയൻ കലണ്ടർ എന്നൊരു കലണ്ടർ ലോകത്തിനു മുമ്പിൽ അവതരിപ്പിച്ചു. പുതിയ കലണ്ടർ പ്രകാരം പുതുവത്സരം ആരംഭിക്കുന്നതും പുതുവത്സര ദിനമായി ആഘോഷിക്കപ്പെടുന്നതും ജനുവരി 1 ആയിരുന്നു. എന്നാൽ വാർത്താവിനിമയ സൗകര്യങ്ങൾ തീരെ കുറവായിരുന്ന കാലഘട്ടത്തിൽ ഗ്രിഗറി 13 മാർപ്പാപ്പ അവതരിപ്പിച്ച ഗ്രിഗോറിയൻ കലണ്ടറിന്റെ വരവും പുതുവത്സരം ജനുവരി 1 മാറി എന്ന വിവരവും പലരും അറിഞ്ഞില്ല. അറിഞ്ഞവരിൽ ചിലരാവട്ടെ ഇത് ഉൾക്കൊള്ളാൻ തയ്യാറായതുമില്ല. ഗ്രിഗോറിയൻ കലണ്ടറിന്റെ വരവറിയാതെ ഏപ്രിൽ 1 തന്നെ പഴയതുപോലെ പുതുവത്സര ദിനമായി ആഘോഷിച്ചിരുന്നവരെ ഗ്രിഗോറിയൻ കലണ്ടർ പിന്തുടർന്നവർ വിഡ്ഢികൾ എന്ന് വിളിച്ച് കളിയാക്കുകയും ഏപ്രിൽ 1 വിഡ്ഢിദിനമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. വിഡ്ഢിദിനപ്പിറവിയുടെ പിന്നിലുള്ള ഈ കഥ ചിലപ്പോൾ ചോദ്യം ചെയ്യപ്പെടാമെങ്കിലും ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ഒരു സത്യം ഈ സംഭവ പരമ്പരകൾക്കിടയിലുണ്ട്. ഇന്ന് ലോകം ഉപയോഗിക്കുന്ന കലണ്ടർ അവതരിപ്പിച്ചത് ഗ്രിഗറി 13 എന്ന മാർപ്പാപ്പ ആണ്. ലോകത്തിന് കത്തോലിക്ക സഭ നൽകിയ സംഭാവനകളൊന്നിൽ എന്നും എല്ലാവരും ഉപയോഗിക്കുന്ന കലണ്ടറും ഉൾപ്പെടുന്നു എന്ന് തിരിച്ചറിയുക. നന്ദി.